ഹലോ വെൽക്കം ടു ലേണിംഗ്. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ഭാഗത്തിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഹ്യൂമൻ ഫിസിയോളജിയിലെ 5ാമത്തെ പോർഷൻ ആണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ പല കാര്യങ്ങളും കൺട്രോളും കോർഡിനേറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. First question, which system in our body is responsible for control and coordination? നമ്മുടെ ബോഡിയുടെ കൺട്രോളിനും കോർഡിനേഷനും വേണ്ടി സഹായിക്കുന്നത് ആരാ? നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ബോത്ത്, നൺ, രണ്ടും വേണം അല്ലേ. നെർവസ് സിസ്റ്റവും വേണം, അതിനനുസരിച്ച് നമ്മുടെ ഹോർമോണൽ കൺട്രോളും കൂടി ഉണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ ബോഡി കൺട്രോളും കോർഡിനേറ്റും ചെയ്യാൻ സാധിക്കുള്ളൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Second question, thalamus and the hypothalamus are located in the തലാമസും ഹൈപ്പോതലാമസും എവിടെ കാണുന്ന? ബ്രെയിൻ സ്റ്റം, സെറിബ്രം, സെറിബെല്ലം, ഡൈഎൻസെഫലോൺ. ഇതിൽ ഡൈഎൻസെഫലോണിലാണ് ആര് കാണുന്നത്? തലാമസും ഹൈപ്പോതലാമസും കാണുന്നത്. ഹൈപ്പോതലാമസ് ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഗ്യാപ്പ് ഇൻ ദ മൈലിൻ ഷീറ്റ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഷ്വാൻ സെൽസ്. നമ്മൾ ആക്സോൺ പഠിക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ മൈലിൻ ഷീത്ത് ഉണ്ട് അല്ലെ, അവിടെ ഷ്വാൻ സെല്ലുകൾ കൊണ്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു പോർഷൻ ഉണ്ട്, അതിനെ പറയുന്ന പേരെന്താ? സോമ എന്നാണോ, ഡെൻഡ്രൈറ്റ് എന്നാണോ, നോഡ് ഓഫ് റാൻവീർ എന്നാണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ ഈ ഒരു പോർഷനെ പറയുന്ന പേരെന്താ? അത് ഓപ്ഷൻ സി, നോഡ് ഓഫ് റാൻവീർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിനാപ്റ്റിക് വെസിക്കിൾസ് ഡിസ്ചാർജ് ഡാഷ് അറ്റ് ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. സിനാപ്റ്റിക് വെസിക്കിൾസ് ഒരു കാര്യം ഡിസ്ചാർജ് ചെയ്യും ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ, അതായത് സിനാപ്സിലേക്ക് അതൊരു കാര്യം ഡിസ്ചാർജ് ചെയ്യും. അതെന്താ? അസറ്റൈൽ കോളിൻ ആണോ, അഡ്രിനാലിൻ ആണോ, എസ്ട്രാഡിയോൾ ആണോ, ടെസ്റ്റോസ്റ്റിറോൺ ആണോ? അസറ്റൈൽ കോളിൻ ആണ് അത് അങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ചെയ്യാം അല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓൺ ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ റിലേറ്റഡ് ടു സ്പീച്ച്. നമ്മളുടെ അറിയാം, നമ്മുടെ സെറിബ്രം 2 പോർഷൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ആയിട്ട് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കണം. അത് സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ അതിൽ ഏതാണെന്ന് ചോദിക്കണം കേട്ടോ. അമിഗ്ഡാലയാണോ, ബ്രോക്കാസ് ഏരിയ ആണോ, ഓക്സിപിറ്റൽ ലോബാണോ, നണ്ണാണോ? ബ്രോക്കാസ് ഏരിയ ആണ്. നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സ്പീച്ചിൻ്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്രോക്കാസ് ഏരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ന്യൂറോൺ ദാറ്റ് റിസീവ് സിഗ്നൽ. സിഗ്നൽ റിസീവ് ചെയ്യുന്നത് ആരിൽ കൂടെയാണ്? ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോൺ ടെർമിനൽ, സെൽ ബോഡി. ഇങ്ങനെയാണ് സെൽ ബോഡി. സെൽ ബോഡിയിൽ കുറേ ബ്രാഞ്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ബ്രാഞ്ചിലേക്കാണ് ആദ്യം എത്തുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് എന്ത് വരിക? നമ്മുടെ സൈറ്റോൺ അഥവാ സെൽ ബോഡിയിലേക്ക് വരിക. പിന്നെ അത് അങ്ങോട്ട് പോകും, ആക്സോണിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ, ഡെൻഡ്രൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ചാർജ് ഇൻസൈഡ് ദ റെസ്റ്റിംഗ് ന്യൂറോൺ. റെസ്റ്റിംഗ് ന്യൂറോൺ, ന്യൂറോൺസോടെ റെസ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് അകത്തും പുറത്തുള്ള ചാർജ് നമുക്കറിയണം. ആക്സോണിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ആക്സോപ്ലാസത്തിനകത്ത് എന്തായിരിക്കും ചാർജ്, പുറത്ത് എന്തായിരിക്കും ചാർജ്? പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, നൺ. റെസ്റ്റിംഗ് ന്യൂറോണിൽ ഒരിക്കലും ന്യൂട്രൽ വരില്ല, പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും അല്ലേ. അപ്പം അതിൽ പുറത്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അകത്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് കാണാതെ പഠിക്കുക. അവിടെ ഇമ്പൾസ് വരുമ്പോഴാണ് ഈ പോളറൈസേഷൻ ഡീപോളറൈസ്ഡ് ആവുന്നത്. ഇപ്പോൾ ഉള്ളത് പോളറൈസ്ഡ് എന്ന് പറയാം. ഇത് തിരിച്ച് മുകളിൽ നെഗറ്റീവും താഴെ ആ ഒരു ഇമ്പൾസ് വരുമ്പോൾ മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവ് ആകുമ്പോൾ അതെന്താ നമ്മൾ പറയുക? അതിന് ഡീപോളറൈസ്ഡ് എന്ന് പറയും. അപ്പം നോർമലി റെസ്റ്റിംഗ് കണ്ടീഷനിൽ അത് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ തിരിച്ചു വരാം. പക്ഷെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ റെസ്റ്റിംഗ് ന്യൂറോണിൽ ചാർജ് അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെർണിക്സ് ഏരിയ ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത്. എന്താണ് വെർണിക്സ് ഏരിയ? സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, മോട്ടോർ കോർഡിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, നണ്ണാണോ? വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത് അതിൽ പേര് പോലെ തന്നെ W, റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂറിലെമ സെൽസ് ആർ ഓൾസോ കാൾഡ്. ന്യൂറിലെമ സെൽസ് എന്ന് പറയുന്നത് ആരാണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഒഡോണ്ടോബ്ലാസ്റ്റ്, ഗാംഗ്ലിയോൺ, ഷ്വാൻ സെൽസ്. ന്യൂറിലെമ എന്ന് പറയുന്നത് ഷ്വാൻ സെല്ലാണ്. ഈ ഷ്വാൻ സെല്ലുകൾ ഇങ്ങനെ കോയിൽ ചെയ്തിട്ട് എന്തായി മാറുന്നത്? മൈലിൻ ഷീറ്റായിട്ട് മാറുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ് ആൻഡ് ഓർഗൻസ് ആർ റെഗുലേറ്റഡ് ബൈ. സ്മൂത്ത് മസിൽസിനെയും ഹാർട്ടിലുള്ള മസിൽസിനെയും ഓർഗൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം,
ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. ഓപ്ഷൻ ഡി ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ് സ്മൂത്ത് കാർഡിയാക് മസിൽസിനെയും ഓർഗൻസിനെ എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. എല്ലാം കൂടെ നമുക്ക് 6 പോർഷൻ കൂടെ 3 മാർക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷം ഒന്ന് നോക്കാം. പിന്നെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങനെ പഠിച്ചാൽ അങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. താങ്ക് യു.